ശരി. ശരി. നാളെ രാവിലെ കാണാവേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഏയ് മിസ്റ്റർ, ഒരുപാട് അങ്ങ് സ്നേഹിക്കല്ലേട്ടോ. ശരിക്കും പറയണെങ്കിലേ ഒരു കുട്ടിയുടെ അച്ഛനാവാൻ പോവാ. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണമില്ലേ നിനക്ക്? എപ്പോ നോക്കിയാലും ഈ ചീത്ത വിചാരേ ഉള്ളൂ അല്ലേ? ഇതിലെന്താണ് നാണിക്കാനുള്ളത്? അല്ലല്ലേ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിനെ കുറിച്ചെങ്കിലും നീ ചിന്തിക്കണ്ടേ? ഇതിലെന്താ ഉള്ളത്? അച്ഛൻ മമ്മി അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നന്നായി അറിയാം. ഓ ഐ സീ, ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ, എന്റെ മോൻ വിചാരിക്കും നിങ്ങൾ മോശമാണെന്ന്. മനസ്സിലായോ? എടാ കുട്ടൂസേ, നിന്റെ അമ്മ എന്നെ കുറിച്ച് പറഞ്ഞതേ ഞാൻ വളരെ ബാഡാണത്രേ. നല്ലോണം പറയുക അവളോട്. എന്തു എന്താന്ന് വെച്ചാല് അവൻ ഇപ്പോഴേ ചവിട്ടാൻ തുടങ്ങി. നിങ്ങൾക്കെല്ലാം തമാശയാ. നിങ്ങൾക്ക് ഇത് അനുഭവിക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാ മാത്രം മതിയല്ലോ. ലൈക്ക് ഫാദർ ലൈക്ക് സൺ. ഏയ് ഡിയർ, നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നേ? എന്റെ പ്രിയനെ, ആ കാര്യൊക്കെ നിങ്ങൾ മറന്നോ? നമ്മൾ സന്തോഷിച്ച നിമിഷങ്ങൾ. എനിക്ക് നീയില്ലാതെ രാത്രി ഉറക്കം വരുന്നില്ല. എപ്പോഴും നിന്റെ ഓർമ്മ തന്നെയാ. ഒരു കാര്യം അറിയോ, ഞാൻ നിന്നെ എന്തുമാത്രം മിസ് ചെയ്യുന്നെന്നറിയോ? പിന്നൊരു കാര്യം, ഇന്ന് രാത്രിയിൽ എന്താ പരിപാടി? ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ഒന്ന് വരൂ പ്ലീസ്. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയ. ഞാൻ നിനക്കായിട്ട് വിശന്നിരിക്കുക. ഹലോ, എന്താ ഡിയർ മിണ്ടാതിരിക്കുന്നേ? ഹലോ ഹലോ. കൊള്ളാം, ഇതായിരുന്നല്ലേ ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് രാസലീല കളിക്കല്ലേ? നീ ആദ്യം ഫോൺ തരുന്നുണ്ടോ? ഇല്ല, ഇത് ഞാൻ തരില്ല. ഇത്രയും ദിവസം നീ എന്നെ പറ്റിക്കായിരുന്നു. അവൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് രാത്രി ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് വേറെ ഷൂട്ടിംഗ് നടക്കുന്ന പരിപാടിയാണല്ലേ? ഞാൻ എവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ലാതെ. നോക്ക്, എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കറിയില്ലായിരുന്നു നീ ഇത്തരത്തിൽപ്പെട്ട ഒരുത്തനാണെന്ന്. ഞാൻ ഇവിടുന്ന് പോവാണ്. ഇതിനു മുമ്പ് ഞാൻ ഇത് കേട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചേനെ. പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ലാതായി. ഞാൻ പറഞ്ഞൊന്ന് കേക്ക് രാധ. മിണ്ടരുത് പ്ലീസ് പ്ലീസ്. നോക്ക്, അതായത് നിന്നെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല. എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് രണ്ടുപേർക്കും കോർട്ടിൽ വെച്ച് കാണാം. കോർട്ടിൽ വെച്ച് കാണാം. രാധ പോലെ രാധ രാധ രാധ